ഡൽഹി സ്ഫോടനം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെയും കേരള രാഷ്ട്രീയത്തിന്റെ കുറെ ചൂടുപിടിച്ച ചർച്ചകൾക്കിടയിലും ഒക്കെ കുറച്ച് നാളത്തേക്കെങ്കിലും അതൊന്ന് വിസ്മരിച്ചു പോയി എന്നുള്ളതാണ്. പക്ഷേ കേന്ദ്രം അത് വിസ്മരിച്ചിട്ടില്ല. 40 കിലോ വരുന്ന സ്ഫോടക വസ്തുക്കളാണ് കണ്ടെടുത്തത്, ഉപയോഗിച്ചത്. നേരത്തെ 3 ടൺ കണ്ടെടുത്തത് കൊണ്ട് വലിയ അപകടം രീതിയിലേക്ക്, ഡൽഹി മുഴുവൻ കത്തുന്ന രീതിയിലേക്ക് അത് മാറിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മുഴുവൻ ആൾക്കാരെയും പിടിച്ചിട്ടുണ്ട്. അവരിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആരാണ് ഇങ്ങോട്ട് അയച്ചത്, ഈ അൽഫല കോളേജുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താണ്, അവർക്ക് ആരാണ് ഫണ്ട് നൽകുന്നത്, ആരാണ് ഇതിന്, എല്ലാം കൃത്യമായി കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാകിസ്ഥാനാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത്. അപ്പോൾ അമിത്ഷാ ഇപ്പൊ പറയുകയാണ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുകയാണ്, ഇതിന്റെ പ്രകാരം 360 ഡിഗ്രിയിൽ തിരിച്ചു നൽകാൻ എല്ലാ പദ്ധതികളും ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഏത് സമയത്തും ഒരു യുദ്ധത്തിന് തയ്യാറാകാൻ ഇന്ത്യ ഒരുക്കമാണ് എന്നുള്ള തരത്തിൽ അതിനെ നമ്മൾ കാണണ്ടേ? കുറച്ച് നാളുകളായിട്ട് തന്നെ ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടല്ലോ, നമുക്കെല്ലാം അറിയാവുന്നതാണ്, നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. കാരണം പഴയ കാലത്ത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുണ്ടായ തർക്കവും ശത്രുതയും അല്ല പുതിയ കാലത്ത് പാകിസ്ഥാന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ ഭ്രാന്തമായ ഒരു രാഷ്ട്രം എങ്ങനെ നമ്മളെ ഉപദ്രവിക്കാനും ആക്രമിക്കാനും അവസരം കാത്തിരിക്കുന്നു എന്ന് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ഡൽഹി സ്ഫോടനം. പലരും വിചാരിക്കുന്നവരെ അത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രത്യേക തരത്തിലുള്ള ഗ്രൂപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് അന്ന് വന്ന ഒരു വാക്ക് ധന്യക്ക് ഓർമ്മയുണ്ടാവും, വൈറ്റ് കോളർ ടെററിസം എന്നാണ് പറയുന്നത്. അതായത് എൻജിനീയറിങ്, അതേപോലെ മെഡിസിൻ, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ, അവർ മാത്രം പ്രവർത്തിക്കുന്ന ഒരു കോർ ഗ്രൂപ്പ് സംഘടിപ്പിക്കുകയും അവരുടെ മസ്തിഷ്കത്തെ പ്രക്ഷാളനം ചെയ്ത് അവരെ ഇന്ത്യയുടെ ശത്രുക്കളാക്കി മാറ്റി തീർക്കുകയും ചെയ്യും. എന്നിട്ട് ഇന്ത്യയിൽ പലയിടങ്ങളിലും ഈ വ്യക്തികളെ ഉപയോഗിച്ച് ഓപ്പറേഷൻസ് നടത്തുക, ആക്രമണം നടത്തുക. അതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമായിട്ടാണ് ഈ ചെങ്കോട്ട സ്ഫോടനം കണക്കാക്കപ്പെടുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ തന്നെയാണ് അതിനെ നോക്കിക്കാണുകയും ആ കാഴ്ചപ്പാടിലാണ് അതിൻ്റെ അന്വേഷണം തുടരുകയൊക്കെ ചെയ്തത്. നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ആ ചർച്ചകളൊക്കെ നിർത്തിവെച്ചിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ള കേരളത്തിലെ തെരഞ്ഞെടുപ്പും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പും പ്രശ്നങ്ങളെക്കാൾ ഉപരി അതിൻ്റെ മുകളിൽ എന്താണ് ശബരിമലയും, അതെ, ശബരിമല സ്വർണ്ണക്കൊള്ളയും ഒക്കെ ഇങ്ങനെ ഇവിടെ എന്താണ് കത്തിപ്പടർന്ന് വേറെ ഒന്നിനെക്കുറിച്ച് സംസാരിക്കാൻ നേരമില്ലായിരുന്നു എന്നുള്ളത്. പക്ഷേ കേന്ദ്രത്തിൻ്റെ മുമ്പിൽ ഗൗരവമായിട്ടുള്ള വിഷയമായി ഇത് നിലനിന്നിരുന്നു. അതിൻ്റെ അന്വേഷണം തുടർന്നു. അന്വേഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും പിടിച്ചു എന്നാണ് ഇപ്പോൾ അമിത്ഷാ ഇന്ത്യയോട് പറയുന്നത്. എന്നിട്ട് ഇന്ത്യയോട് അമിത്ഷാ പറയുന്നൊരു കാര്യം ഇതാണ്, ഒരു കാരണവശാലും കുറ്റവാളികളെ വെറുതെ വിടില്ല എന്ന് മാത്രമല്ല, കുറ്റവാളികളെ ഇങ്ങോട്ട് അയച്ച കേന്ദ്രമുണ്ടല്ലോ പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമ്മൾ ഉടനെ ആക്രമിക്കും എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തിരിച്ചടി കൊടുക്കും. തിരിച്ചടി പല രൂപത്തിലും നൽകാം, അജ്ഞാതൻ്റെ വേഷത്തിലൊക്കെ തിരിച്ചടികൾ കൊടുക്കാം. പക്ഷേ ഇവിടെ വളരെ കൃത്യമായിട്ട് പറയാണ്, ഇന്ത്യയെ ആക്രമിച്ച, ഇന്ത്യയെ ഉപദ്രവിച്ച, ഇന്ത്യ മുഴുവൻ കത്തിക്കാൻ തീരുമാനിച്ച ഗൂഢസംഘത്തെ തകർത്ത് തരിപ്പണമാക്കും എന്നാണ് അമിത്ഷാ പറഞ്ഞതിൻ്റെ അർത്ഥം. മാഷെ, ഈ സ്ഥിരമായി പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള നടപടികൾ, അതായത് നേരത്തെ പഹൽഗാം, നമ്മൾ ഇതുവരെ രാജ്യം കണ്ടിട്ടില്ലാത്ത ഒരു തീവ്രവാദ ആക്രമണം, അതായത് മനുഷ്യന്റെ മതം ചോദിച്ചുകൊണ്ട് ഇതുവരെ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു തീവ്രവാദ പ്രവർത്തനവും നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ല. അതിനാണ് ഇവിടെ തീവ്രവാദം നടക്കുന്നതെങ്കിൽ പോലും നീ മുസ്ലിം ആണോ എന്ന് അല്ലെങ്കിൽ അമുസ്ലിങ്ങളെ മുഴുവൻ തീർക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത്തരത്തിൽ ഒരു പ്രശ്നങ്ങൾ നിൽക്കുന്നതിനിടയ്ക്കാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ തിരിച്ചടി കൊടുത്തത് പാകിസ്ഥാന്. അന്ന് പാകിസ്ഥാനോട് പറഞ്ഞു, ഇനി ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു നിലപാടുമായി മുന്നോട്ട് പോയാൽ കളി ഇതിലൊന്നും നിൽക്കില്ല. കാരണം പാകിസ്ഥാനെ മുച്ചോടി, ഇപ്പോൾ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് അവിടെയും പ്രതിഷേധമാണ്. കാരണം പാകിസ്ഥാനും ബംഗ്ലാദേശും ഒന്ന് ചേർന്നുകൊണ്ട് ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ 7 സിസ്റ്റേഴ്സ് എങ്ങനെയും കൈക്കലാക്കുക, ചിക്കൻ നെക്കിനെ കൂടുതൽ അവർക്ക് എടുക്കുക, ഇതിലൊക്കെയാണ് അവർ ഈ താല്പര്യം കാണിക്കുന്നത്. ഇത്തരത്തിൽ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വലിയൊരു പ്രതിസന്ധിയിലോട്ട് പോയില്ല. കാരണം ഇന്ത്യയുടെ ആയുധങ്ങൾ വാങ്ങാൻ ഒരുപാട് രാജ്യങ്ങൾ കാവൽ നിന്ന് 18 രാജ്യങ്ങളാണ് നമ്മുടെ ബ്രഹ്മോസ്, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ബ്രഹ്മോസ് വാങ്ങാൻ
കരാറുമായി രംഗത്തെത്തിയത്. അപ്പോൾ അത്തരത്തിൽ നമുക്കത് പ്രയോജനമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എല്ലാ യുദ്ധങ്ങളും അങ്ങനെ ആവണമെന്നില്ല. ഇപ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ മുന്നിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ ഒരുപക്ഷെ ഒരു യുദ്ധത്തിന് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ തിരിച്ചടി നൽകുമ്പോൾ അത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ഏത് തരത്തിലായിരിക്കും ബാധിക്കാൻ പോകുന്നത്? അതായത് സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഒന്നാണ് യുദ്ധം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടായില്ല. കാരണം കോടിക്കണക്കിന് രൂപ വെറുതെ കത്തിയമരുന്ന ഒരു കാഴ്ചയാണ് യുദ്ധത്തിൽ നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിന് എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഈ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന നഷ്ടത്തെ വ്യക്തമാക്കാൻ പറ്റുന്ന ഒരു വാക്പ്രയോഗമാണ് എന്നെനിക്ക് സംശയമുണ്ട്. അത്രമാത്രം പണമാണ് അതിനകത്ത് തകർന്ന് തരിപ്പണമായി പോകുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് നമുക്ക് അധികം നഷ്ടം സംഭവിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് 3-4 ദിവസം കൊണ്ട് അവസാനിച്ചു ഒരു യുദ്ധമാണ്. അതിന് പകരം റഷ്യയും യുക്രൈനും ഒക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ വർഷങ്ങളോളം നീളുന്ന ഒരു യുദ്ധത്തിലേക്ക് ഇന്ത്യ വലിച്ചിഴക്കപ്പെട്ടാൽ അത് ഇന്ത്യയുടെ സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയെ വല്ലാതെ എന്ത് ചെയ്യും, പ്രത്യാഘാതത്തിലാക്കും, അല്ല വല്ലാതെ തകർക്കും. ഒരു തർക്കം അക്കാര്യത്തിൽ ഇല്ല. കാരണം തർക്കിക്കാനുള്ള വിഷയമല്ല അത്. ശരി, അങ്ങനെ വളരെ കടുത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും ഒരു 10-15 വർഷം പുരോഗതിയുടെ കാര്യത്തിൽ പിന്നോക്ക് പോകുന്ന അവസ്ഥയിലേക്കും ഇന്ത്യയെ കൊണ്ടുപോകാൻ ദീർഘമായ ഒരു യുദ്ധത്തിന് കഴിയും. അതുകൊണ്ട് ദീർഘമായൊരു യുദ്ധത്തിന് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അത് വളരെ വ്യക്തമായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ആ യുദ്ധത്തിൽ നമ്മൾ കാണിച്ചു കൊടുത്തു. പക്ഷെ തകർക്കേണ്ട എല്ലാ പ്രധാനപ്പെട്ട പോയിന്റുകളും നമ്മൾ തകർത്തു എന്നുള്ളതും ശരിയാണ്. കാരണം അത് പറ്റും. അത്രമാത്രം ആധുനിക ആയിട്ടുള്ള ആയുധങ്ങളിപ്പോൾ ഒട്ടുമിക്ക രാഷ്ട്രങ്ങളുടെ കയ്യിലുമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള ഒരു സംവിധാനം ആണ് നമുക്ക് യുദ്ധത്തിൽ നിർവഹിക്കാനായിട്ട് കഴിയുന്നെങ്കിൽ കടുത്ത സാമ്പത്തിക ബാധ്യതകൾ ഇല്ലാത്ത തരത്തിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ഇപ്പോൾ വലിയ പ്രശ്നമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിരന്തരമായി എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ഇന്ത്യയെ ഉപദ്രവിക്കുക എന്ന് പറയുന്ന പരിപാടി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനിപ്പോൾ ഏറ്റവും നല്ലൊരു ആയുധമാണ് അവർക്ക് ബംഗ്ലാദേശ്. അതുകൊണ്ട് ബംഗ്ലാദേശിലുള്ള ജമാഅത്തെ ഇസ്ലാമിയെയും വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാനായിട്ടുള്ള ആയുധങ്ങളാക്കി പാകിസ്ഥാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ ഇന്ത്യയിലെ പലയിടങ്ങളിലും ഇതേപോലെയുള്ള സംഘങ്ങൾ അക്രമത്തിൽ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട്, വലിയ സ്ഫോടനങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അത് ആവർത്തിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അതിന് തുടർച്ചയിലായിരിക്കാൻ വേണ്ടിയിട്ടാണ് 360 ഡിഗ്രിയിൽ നിങ്ങളെ അടിച്ച് തരിപ്പണാക്കും എന്ന് അമിത്ഷാ പറഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും അമിത്ഷായുടെ ഇത്തരം ഇത് നമ്മളത് കൃത്യമായി തന്നെ, അതായത് അമിത്ഷാ പറയുന്നത് നവംബർ 10-ാം തീയതി സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ചെങ്കോട്ടയ്ക്ക് സമീപം പൊട്ടിത്തെറിച്ച സംഭവത്തിൽ 15 പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റു. പിന്നെ ഈ സ്ഫോടനം നടക്കുന്നതിന് മുൻപേ തന്നെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത മുഴുവൻ പേരെ പിടികൂടാനായി രാജ്യമെമ്പാടുമുള്ള പോലീസ് സേനയ്ക്ക് പൊതുവായ ഒരു ഭീകരവിരുദ്ധ സ്ക്വാഡ് അനിവാര്യമാണെന്ന് അമിത്ഷാ പറയുന്നുണ്ട്. ATSന്റെ ചുമതല അത്യധികം പ്രാധാന്യമുള്ളതാണെന്നും എല്ലാ DGPമാരോടും ഇത് അടിയന്തരമായി രൂപവൽക്കരിക്കാനും പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണം ആസൂത്രണം ചെയ്തവരെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ശിക്ഷിക്കുകയും നടപ്പാക്കിയവരെ ഓപ്പറേഷൻ മഹാദേവിലൂടെ ഇല്ലാതാക്കുകയും ചെയ്തു. പഹൽഗാം ഭീകരാക്രമണത്തിൽ സുരക്ഷാ സേന നടത്തിയ വിജയകരമായ അന്വേഷണത്തിലൂടെ പാകിസ്ഥാനിലെ ഭീകര യജമാനന്മാർക്ക് ഇന്ത്യയിലെ ജനങ്ങൾ ശക്തമായ മറുപടി നൽകി. ഭീകരവാദത്തിനെതിരായ സീറോ ടോളറൻസ് നയത്തിന്റെ ഭാഗമായി സംഘടിത കുറ്റകൃത്യങ്ങൾക്കെതിരെ 360 ഡിഗ്രി പ്രഹരമേൽപ്പിക്കാൻ പുതിയ പദ്ധതി ഉടൻ വരും. പഹൽഗാം ആക്രമണത്തിന്റെ അന്വേഷണം പഴുതുകളില്ലാത്ത രീതിയിലാണ് പൂർത്തിയാക്കിയത്. വരും ദിവസങ്ങളിൽ നടപ്പിലാക്കാൻ പോകുന്ന പുതിയ ഡേറ്റാബേസുകൾ ഭീകരവിരുദ്ധ പോരാട്ടത്തിലെ പ്രധാന ആസ്തിയായി മാറും. NIAയുടെ പുതിയ ക്രൈം മാനുവലും അമിത്ഷാ പറയുന്നുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ 22-നാണ് വിനോദസഞ്ചാര കേന്ദ്രമായ പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായത്. 26 പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ നമ്മൾ കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചെങ്കോട്ടയിലെ സ്ഫോടനത്തിനും മറുപടി കൊടുക്കാൻ ഞങ്ങളിതാ ഒരുങ്ങുന്നു. അതെ, അതങ്ങനെ മറുപടി കൊടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ പ്രതിരോധത്തെ ശക്തിപ്പെടുത്താനായിട്ട് കഴിയുള്ളൂ. അതെ.